ഹായ് ഓൾ. അപ്പോൾ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു വിജയമാണ് ഇന്ത്യ ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ മാച്ചിൽ കാണാൻ കഴിയുന്നത് ഈ സൗത്ത് ആഫ്രിക്കക്ക് ടോസ് നേടുകയും ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയുമാണ് ഉണ്ടായത്. പക്ഷേ പിച്ച് നോക്കുകയാണെങ്കിൽ ബൗൺസുള്ള പിച്ചായിരുന്നു, കൂടാതെ തന്നെ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പിച്ചിൽ പൊതുവെ സൗത്ത് ആഫ്രിക്കൻ പിച്ചുകളിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ പൊതുവെ പതറാറുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, സഞ്ജു സാംസൺ മുമ്പ് പറയുന്നുണ്ടായിരുന്നു ബൗൺസുള്ള പിച്ചുകളിൽ സഞ്ജു നന്നായി കളിക്കുമെന്ന് കഴിഞ്ഞ വേൾഡ് കപ്പിന് മുമ്പേ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. സഞ്ജു വളരെ ഈസി ആയിട്ടാണ് സിക്സറുകളും ഫോറുകളും അടിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അത് കാണുമ്പോൾ ഇത്ര ഈസി ആയിട്ട് എങ്ങനെയാണ് അടിക്കുന്നതെന്ന് തോന്നും. പക്ഷേ എല്ലാം നല്ല 3-4 ഷോട്ടുകൾ ഉണ്ടായിരുന്നു സഞ്ജുവിൻ്റെ. നല്ല ക്ലാസിക് ഷോട്ടുകൾ ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ രോഹിത് ശർമ്മയും ഇതുപോലെ തന്നെയായിരുന്നു. ടോപ്പ് ഓർഡറിലേക്ക് വന്നതിന് ശേഷം പുള്ളിക്ക് നന്നായി തന്നെ കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സഞ്ജു സാംസണും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസാണ് സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സിക്സറുകളും ഫോറുകളും പറത്തി സൗത്ത് ആഫ്രിക്കൻ ബോളർമാരെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നും മറ്റു ബാറ്റ്സ്മാൻമാർ സൂര്യകുമാർ യാദവ് അത്യാവശ്യം കളിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഔട്ടായി പോവുകയായിരുന്നു. കാരണം നിരന്തരം വൈഡെറിഞ്ഞുകൊണ്ട് ഒരു ബോളർ സൗത്ത് ആഫ്രിക്കൻ ടീമിലെ ഒരു ബോളർ വൈഡെറിയുന്നത് നമുക്ക് കണ്ടായിരുന്നു. അപ്പോൾ അത് സൂര്യ കുറ്റം പറയാൻ കഴിയില്ല. കാരണം സൂര്യ ഒന്ന് ഫോമായി വന്ന സമയത്താണ് ഔട്ടായി പോയത്. മറ്റ് ബാറ്റ്സ്മാൻമാർ വാലറ്റത്ത് നിന്നും ഒരു സപ്പോർട്ട് കൂടുതൽ ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്കോർ ഇന്നലെ വേണമെങ്കിൽ ഒരു 230 അബോവ് വരെ പോകാമായിരുന്നു, സുഖമായിട്ട് പോകാമായിരുന്നു. കാരണം നല്ല റൺ റേറ്റ് ഉണ്ടായിരുന്നു മുന്നേ. അപ്പോൾ അത് അങ്ങോട്ട് പിന്നെ അത് തുടർച്ചയായി ലഭിച്ചില്ല. അതാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഗൗതം ഗംഭീർ വന്നതിന് ശേഷം സഞ്ജു സാംസണ് നിരന്തരമായി അവസരങ്ങൾ ലഭിക്കുകയും അപ്പോൾ സഞ്ജുവിൻ്റെ ഫോമിലേക്ക് സഞ്ജു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പേയും തുടർച്ചയായി നിരന്തരം സഞ്ജുവിന് അവസരം നിഷേധിക്കുമ്പോൾ നമ്മൾ മലയാളികളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ നിരന്തരമായി മത്സരങ്ങൾ സഞ്ജുവിന് നൽകൂ, സഞ്ജു കാണിച്ചു തരും സഞ്ജുവിൻ്റെ കയ്യിലുള്ള ഷോട്ടുകളും സഞ്ജുവിൻ്റെ സഞ്ജുവിൻ്റെ ഇത് കാണിച്ചു തരാൻ സഞ്ജുവിന് സാധിക്കും എന്ന് നമ്മൾ മലയാളികൾ ഇതിനു മുമ്പും പറഞ്ഞതാണ്. പക്ഷേ IPL സഞ്ജുവിൻ്റെ മുമ്പുള്ള വളരെ ചെറുപ്പത്തിൽ തന്നെയുള്ള പെർഫോമൻസുകൾ കാണുമ്പോൾ തന്നെ സഞ്ജു ഒരു മലയാളി ആയതുകൊണ്ട് മാത്രമല്ല, വേറെയും മലയാളികളുണ്ടായിരുന്നു. പക്ഷേ എല്ലാ മലയാളികളെയൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇത്രയധികം സപ്പോർട്ട് ചെയ്തില്ല. കാരണം സഞ്ജു ഒരു നല്ലൊരു ബാറ്റ്സ്മാനാണെന്ന് നമ്മൾ എല്ലാവരും തന്നെ മനസ്സിലാക്കിയാണ്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് സഞ്ജുവിൻ്റെ ക്ലാസിക് ഷോട്ടുകളും സഞ്ജുവിൻ്റെ ഇതിനോടുള്ള കലിബറും എല്ലാം അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് സഞ്ജു ഫാൻസ് കൂടുതലും ടീമിലേക്ക് സഞ്ജു ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചത്. അതൊരു തെറ്റല്ല. പക്ഷേ BCCIയുടെ ഭാഗത്തു നിന്നും നിരന്തരമായ അവസര നിഷേധം, സെലക്ടർ കമ്മിറ്റി BCCI സെലക്ടേഴ്സ് സഞ്ജുവിനെ കുറേ സമയങ്ങളിൽ തഴഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഉള്ള സമയത്ത് രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിലായാലും ദ്രാവിഡ് കോച്ചായിരുന്നപ്പോഴായാലും 3 മത്സരങ്ങളിൽ 1 മത്സരം മാത്രം കളിപ്പിക്കുകയും ബാക്കിയുള്ള മത്സരങ്ങളിൽ തഴയുകയും ചെയ്യുമ്പോൾ ഒരു ബാറ്റ്സ്മാന് അദ്ദേഹത്തിൻ്റെ ഫോം കാണിച്ചു കൊടുക്കാനോ ചിലപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് കാണിച്ചു കൊടുക്കാനോ സാധിക്കില്ല. അപ്പം നിരന്തരമായ 6 മാച്ചുകൾ കിട്ടുമ്പോൾ സഞ്ജുവിൻ്റെ ഇത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇനിയും തുടർച്ചയായി ഇതുപോലുള്ള കളികളിൽ സഞ്ജു നല്ല രീതിയിൽ ഫോമിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൂടാതെ ഇന്ത്യ എന്നൊരു നല്ലൊരു തകർപ്പൻ വിജയമാണ്, 61 റൺസിൻ്റെ വിജയമാണ് കരസ്ഥമാക്കിയത്. സഞ്ജു വേഴ്സസ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ബാക്കിയുള്ള പ്ലെയേഴ്സും വാലറ്റിൽ നിന്ന് റിങ്കു സിംഗൊക്കെ ഒന്ന് കളിച്ചു തുടങ്ങിയിരുന്നു. പിന്നെ അധികം ഓവറുകൾ ബാക്കിയില്ലായിരുന്നു. പക്ഷേ എന്നാലും 27 ബോളിൽ സഞ്ജു 50 തികയ്ക്കുകയും 47 ബോളുകളിൽ 100 തികയ്ക്കുകയും ചെയ്തു. അങ്ങനെ നിരന്തരമായി T20 സെഞ്ചുറി നേടുന്ന ഏക ഇന്ത്യൻ ബാറ്റ്സ്മാനായി സഞ്ജു മാറി.
ഇതിനു പുറമെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ വേഗത്തിൽ സെഞ്ചുറി നേടുന്ന 47 പന്തുകളിൽ നിന്നും 100 റൺസ് നേടിയ ഏക ഇന്ത്യക്കാരനായി സഞ്ജു മാറിക്കഴിഞ്ഞു. അപ്പോൾ നിരന്തരം റെക്കോർഡുകളിലേക്ക് സഞ്ജു ഇപ്പോൾ ഓടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്താവും എന്നറിയില്ല. അടുത്ത മത്സരങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നല്ലൊരു T20 മാച്ചായിരുന്നു.